ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു റിയാക്ഷൻ വീഡിയോ. ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് 2-3 ദിവസമായി കുറച്ച് തിരക്കിലായിരുന്നു. പക്ഷേ വീഡിയോ ചെയ്യാതെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ 1-2 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ മിസ്സായി പോയി. പക്ഷെ എന്തായാലും നിങ്ങളെല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെ എംപുരാന്റെ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് ആണ്. ഓക്കെ, നമുക്ക് 2 ദിവസം മുന്നേ എംപുരാൻ റാപ്പപ്പായി എന്ന് പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട സംഭവം. അപ്പം അതിന്റെ കുറച്ചൊന്നുകൂടി ഡീകോഡ് ചെയ്യുന്ന പോലെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടതും കണ്ടുപിടിച്ചതും ഒക്കെ ആയ കാര്യങ്ങൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഡയറക്റ്റ് വേഗം വീഡിയോയിലേക്ക് തന്നെ പോവാം. ആദ്യം 2 ദിവസം മുമ്പേ നമ്മുടെ ലാലേട്ടന്റെ ഒരു പോസ്റ്റാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. റാപ്പ് ചെയ്യാൻ, ഐ മീൻ നമ്മുടെ സിനിമ എംപുരാന്റെ ഷൂട്ടിംഗ് കഴിയാനായെന്നുള്ള പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പം അത് ഒഫീഷ്യലി 2 ദിവസം മുന്നേ മലമ്പുഴയിൽ അത് ഷൂട്ടിംഗ് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പം ലാലേട്ടന്റെ ഇതിൽ കുറച്ച് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ലാലേട്ടന്റെ പോസ്റ്റാണ്. ലാലേട്ടൻ ഒരു വലിയ ഒരു എസ്സേ പോലെ കുറച്ച് പാരഗ്രാഫ്സ് ആയിട്ട് എഴുതിയൊരു പോസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് വായിക്കുക, അല്ലെങ്കിൽ അത് ഒരു കുറച്ച് അതിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം. കാരണം ലാലേട്ടൻ എപ്പോഴും എന്തിനെങ്കിലും പറ്റിയിട്ട് ഐ മീൻ പൊതുവെ മുമ്പ് അങ്ങനെയാണ്. സോ ഒന്നിനെ പറ്റി നല്ലതും ചീത്തയും പറയാത്ത ഒരാളാണ്. സോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ നമുക്ക് എപ്പോഴും അത് നമുക്ക് മുഖവരയ്ക്ക് എടുക്കാന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരാളാണ് ലാലേട്ടൻ, നമുക്കറിയാം. സോ ഇതിൽ ലാലേട്ടൻ കുറച്ച് ഇങ്ങനെയൊക്കെ ഒരാളെ കുറിച്ചും ഒരു ഇതിനെ കുറിച്ചൊക്കെ എഴുതുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇൻ ദ സെൻസ് അധികം പറയാറില്ല അദ്ദേഹം. പൃഥ്വിരാജൻ എന്ന ഡയറക്ടർ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ. നമുക്ക് ലൂസിഫറിന്റെ ടൈമിലുള്ള ഇന്റർവ്യൂസിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിലിപ്പം നമുക്കിതിൽ കുറെ കാര്യങ്ങൾ, പല ആംഗിളിലുള്ള കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചിന്തിക്കുന്ന കാര്യം. ഒന്ന്, ഓക്കെ, L2 ഷൂട്ടിംഗ് റാപ്പപ്പായി. ഇനി 14 months ആണ്, ഇൻക്രെഡിബിൾ 14 months ജേർണി അക്രോസ് 8 states and 4 countries. അപ്പം അതിൽ നമുക്ക് ഓൾറെഡി അറിയാം. എന്നാലും നമ്മളെ ഈ സിനിമയുടെ വലുപ്പം നമുക്ക് അതോടെ മനസ്സിലാവാണ്. 14 മാസത്തെ ഷൂട്ട്, 4 രാജ്യങ്ങൾ, US, UK, UAE, ഇന്ത്യയിൽ 8 സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഇത് കൂടി, ഐ മീൻ നമ്മളെ ഓൾറെഡി പ്രതീക്ഷിക്കുന്ന തന്നെ ഏറ്റവും വലിയൊരു സംഭവം വരുന്നതാണ്. അത് സത്യം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതിന്റെ ഓരോരോ കാര്യങ്ങൾ. 14 മാസം ഷൂട്ട് ചെയ്ത ഒരു മൂവി, ഓക്കെ, ഇത്ര സ്റ്റേറ്റിൽ ഷൂട്ട് ചെയ്തൊരു മൂവി. ദിസ് ഫിൽസ് ഓഫ് ടു മാച്ച് ടു ബില്യൺ ഡയറക്ഷൻ. ഐ മീൻ പൃഥ്വിരാജിന്റെ ഡയറക്ഷനെ പറ്റിയിട്ട് അതായത് ഓരോ ഫ്രെയിംസും, ഈ സിനിമയുടെ ഓരോ ഫ്രെയിംസും പൃഥ്വിരാജിന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഭയങ്കരമായിട്ട് എലവേറ്റ് ആയി എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. കാരണം അതിന്റെ കൂടെ മുരളി ഗോപിയുടെ വിഷനറിയും ആ റൈറ്റിംഗ് സ്കില്ലും. സോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഒരു സിനിമ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പേ ലാലേട്ടൻ ഏതെങ്കിലും ഒരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഇത് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന് അത്രത്തോളം പൃഥ്വിരാജ് എന്ന ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കിതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ആന്റണി പെരുമ്പാവനോടും പിന്നെ ലൈക്ക പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറായ അവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ ക്രൂവിനോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പറയാവുന്ന എംപുരാൻ അദ്ദേഹത്തിന്റെ ലൈഫിലെ, കാരണം അങ്ങനത്തെ ഒരു വേർഡ് പോലും ലാലേട്ടൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവായിട്ട് കേൾക്കാറ്. അതായത് ഇന്ന മൂവി എന്റെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആണ്, ഇന്ന മൂവി ഞാൻ ഇത്ര. അപ്പൊ പക്ഷേ ഇതിൽ അദ്ദേഹം പറഞ്ഞ എംപുരാൻ ഹാസ് ബീൻ എ റിമാർക്കബിൾ ചാപ്റ്റർ ഇൻ മൈ ജേർണി ആസ് എൻ ആർട്ടിസ്റ്റ്, ഐ വിൽ ഓൾവേസ് ട്രഷർ. അപ്പം ലാലേട്ടന്റെ വായിൽ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താ പറയാ, അത് നമുക്ക് എന്താ പറയാ, അതൊരു കൂടുതൽ കോൺഫിഡൻസ് തരുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഭയങ്കരമായിട്ട് അത് നമുക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ എപ്പോഴും ഏത് മൂവി എടുത്താലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ചുമ്മാ അങ്ങനെ പറയുന്ന ആളല്ല. സോ കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അതിനപ്പുറം തന്നെ കാര്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ ലാലേട്ടൻ ഇങ്ങനെ തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷ തരികയാണ് ആക്ച്വലി. പിന്നെ എന്താ പറയാ, ഓഡിയൻസിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോ മച്ച് മോർ ടു കം എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അപ്പം ഈ ലാലേട്ടന്റെ നമ്മുടെ പോസ്റ്റിൽ നമുക്ക് ഇത്രയാണ് ഒരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിനെ പറ്റി നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. ആ പോസ്റ്റർ ഞാനിവിടെ സൈഡിൽ വെക്കാം. സത്യത്തില് നമ്മള് 1-2-3 പോസ്റ്റർ കണ്ടല്ലേ, അതില് വളരെ ചർച്ചയായ കഴിഞ്ഞ വർഷം ഒരു വില്ലന്റെ പോസ്റ്റർ നമ്മൾ കണ്ടു. അതിന് മുമ്പ് പൃഥ്വിരാജിന്റെ ഒരു പോസ്റ്റർ കണ്ടു. അങ്ങനെ ഇത് സത്യത്തില് ഇതൊരു എനിക്ക് തോന്നുന്നു നമ്മളെ മലയാള സിനിമേന്റെ ഒരു പോസ്റ്റർ ആയിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാല് നമ്മൾക്ക് പരിചയമുള്ള ആക്ട്രസ് അല്ല.
ഇതെനിക്കൊന്ന് ഞാൻ അറിഞ്ഞത് നമ്മളെ പോളണ്ട് ഒരു ആക്ട്രസ് ആണ് എന്നാണ് കേൾക്കുന്നത്. പോളണ്ടിലുള്ള ആക്ട്രസ് ആണ്. നിങ്ങൾ ആ സെറ്റപ്പ് നോക്കുമ്പം നമ്മളെ എനിക്ക് ലൂസിഫർ ഡയലോഗ് ഉണ്ടല്ലോ, ഇറാഖ് നമ്മളെ ഇതൊന്ന് ഇദ്ദേഹം പറയുന്ന ഇന്ദ്രജിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറാഖിലൊക്കെ വാർ അടങ്കലെടുത്ത് നടത്തി സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് സൂചിപ്പിച്ചു പോകുന്നുണ്ട് ചില സീനിലൊക്കെ. അതേപോലെ ഇറാഖിലുള്ള ഏതോ വാറിന്റെ ടൈമിലുള്ള മിലിറ്ററി ആണ്, ഇന്ത്യൻ മിലിറ്ററി അല്ല എന്തായാലും. സോ ഒരു മിലിറ്ററി ഗ്യാങ്, ഇതൊക്കെ ഇങ്ങനത്തെ സീൻസ് നമ്മൾ, എനിക്കിത് കാണുമ്പോൾ ഒരു ഹോളിവുഡ് മൂവിയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കേട്ടോ, ഇങ്ങനത്തെ സീൻസ് ഒക്കെ കാണുമ്പോൾ. സോ എന്താ പറയാ, ലൂസിഫർ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ ഒരു വിഷണറി. അദ്ദേഹം ലൂസിഫർ ഒരു ഭയങ്കര ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആയ ഒരു മൂവി ലൂസിഫർ എനിക്ക് എപ്പോഴും തോന്നി കേട്ടോ. ഒരു ഡയറക്ടറിന്റെ ഒക്കെ ഏറ്റവും കഴിവ് കാണിച്ചെന്നൊരു മൂവി ആയിട്ടാണ്. അപ്പം എമ്പുരാൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും സത്യസന്ധമായി എപ്പോഴും നമ്മൾ പ്രതീക്ഷ കൂട്ടുന്നത് പ്രശ്നമെന്നൊക്കെ നമുക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ പോലും പറയണം. ഇത് സ്റ്റിൽ എനിക്ക് പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാല്, ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ എത്ര പ്രതീക്ഷിച്ചാലും തിയേറ്ററിൽ പോയാൽ നമുക്കൊരു വാവ് ഫീൽ ഈ സിനിമ കൊണ്ടുതരുന്നതാണ്. പൃഥ്വിരാജ് അങ്ങനെയായിട്ട് ഇത് എടുത്തു വെച്ചു എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. നമുക്ക് പൃഥ്വിരാജിന് എല്ലാ തരത്തിലും അറിയാം, അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി, ഏത് മേഖലയിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി അറിയാം. സോ അദ്ദേഹത്തിന് അതിനുള്ള സോഴ്സ് റിസോഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കിട്ടുമ്പോൾ, അത്ര നല്ലൊരു വലിയൊരു തീം, വലിയൊരു സബ്ജക്ട് സ്റ്റോറി ലൈനും വരുമ്പോൾ അത് ഗംഭീരമാക്കും. നമ്മൾ നെട്ടാൻ പോകുന്ന എനിക്ക് ഇന്ത്യയിൽ ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇറങ്ങിയ നല്ല വലിയ ഒരു 500 കോടി ഒരു ഗ്രോസ് ഒരു കളക്ഷനൊക്കെ വരാൻ സാധ്യതയുള്ള, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഒരു മൂവിയായി മലയാളത്തിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ KGF പറഞ്ഞ പോലത്തെ ഒരു മൂവി ആകാൻ പോകുന്നൊക്കെ എമ്പുരാൻ തന്നെ ആയിരിക്കും എന്തായാലും, അതൊരു സംശയം വേണ്ട. അപ്പം ഈ പോസ്റ്റർ അത്രത്തോളം ഗംഭീരമായ സംഭവമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അത് നെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പലതും വരാനുണ്ട്. ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം, പൃഥ്വിരാജിന്റെ പോസ്റ്റർ. പൃഥ്വിരാജ് ഇങ്ങനെ സെയിം സംഭവം ഈ സെയിം പോസ്റ്റർ കണ്ടിട്ട് റാപ്പപ്പ് ആയെന്ന് പറയുന്നതിന്റെ കൂടെ സി നമുക്കറിയാം, പൃഥ്വിരാജിനെ പറ്റി നമുക്കറിയാം ഓൾറെഡി. സീക്രട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വെച്ച് ഹിന്റ്സ് മാത്രം തന്നിട്ട് നമ്മളെ ചിന്തിപ്പിച്ച് ലൂസിഫറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ അറിയാത്തതുണ്ട് നമുക്കറിയാം. അപ്പം ഇവിടെ ഇതില് പോലും അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭവം, നമ്മൾ അധികം ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പം നിങ്ങൾ വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ അറിയാൻ വെച്ചിട്ട്. എന്തായാലും ഞാനൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. പൃഥ്വിരാജ് ഇത് ഷെയർ ചെയ്തപ്പോൾ പോസ്റ്റ് അറ്റ് 5:35 AM ടുഡേ. അപ്പം ആദ്യം ചിന്തിക്കേണ്ടത്, അത് നമുക്കൊന്ന് വായിക്കാം. അറ്റ് 5:35 AM ടുഡേ ബൈ ദ ബാങ്ക്സ് ഓഫ് ദ മലമ്പുഴ റിസർവർ വി ക്യാൻ ദ ഫൈനൽ ഷൂട്ട് ഓഫ് L2E. See you in theaters in 117 days. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. 5:35 ഇന്ന് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി 117 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് തിയേറ്ററിൽ കാണാവുന്നതാണ്. 2 നമ്പേഴ്സ് അവിടെ ഉണ്ട്. എന്നാൽ ഈ നമ്പേഴ്സിന്, അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് പൃഥ്വിരാജ് വെരി സ്പെസിഫിക് ആയിട്ട് എന്താ പറയാ ഇങ്ങനെ ഒരു 5:35 എന്നൊക്കെ പറഞ്ഞിട്ട് ഇടണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മൾ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ അടിച്ചിട്ട് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഓഫ് 5:35 ഒരു നമ്പറാക്കി എടുത്തിട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം, നമ്മൾ ലൂസിഫറിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഈ എമ്പുരാന്റെ ഒക്കെ വിഷയത്തിനോടും ലൂസിഫർ സബ്ജക്റ്റിനോടൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 5:35 ഒരു ഏഞ്ചലിന്റെ ഏഞ്ചലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം ഒരു ഫാലൻ സീൻ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഒരു ഫാളൻ ഏഞ്ചൽ എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ഏഞ്ചൽ. നമ്മൾ ആ സിനിമയിലൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചാണ്. 5:35 ഒരു നമ്പറാണ് അതിന്റെ, ഫാളൻ ഏഞ്ചലിന്റെ. അതേപോലെ 117 നോക്കുമ്പോഴും യു ഹാവ് എ എബിലിറ്റി ടു റീച്ച് യുവർ ഹയസ്റ്റ് സ്പിരിച്വൽ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ സ്വയം എൻലൈറ്റ്മെന്റ്, അവിടെ ഒരു ഡിവൈൻ, ഒരു പോസിറ്റീവ്, ഒരു എന്താ പറയാ, ഒരു ഏഞ്ചലിന്റെ ഒരു പ്രസൻസ് ഒക്കെയാണ് ഈ 2 നമ്പറിലും നമുക്ക് കാണാൻ സാധിക്കാം. അപ്പൊ അവിടെയും ഈ ഒരു ചെറിയൊരു ഇതിൽ പോലും അദ്ദേഹം നമുക്കൊരു ഹിന്റ് തന്നിക്കണം. എന്ത് എന്താ പറയാ, നമ്മളെ ഓക്കെ ഇതുപോലും റിലേറ്റഡ് ടു ഈ മൂവിയാണ് എന്നുള്ള രീതിയിൽ. സോ എപ്പോഴും സർപ്രൈസസ് ആണ് നമുക്ക് മൂവിയിൽ. എപ്പോഴും നമ്മളെ എന്താ പറയാ, നമ്മൾ വാവെന്ന് പറയണമെങ്കിൽ അതിൽ സർപ്രൈസ് പോകണം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് ഈ പോസ്റ്റർ കാണുമ്പോഴും ഈ ഒരുക്ക നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ ആയ കാര്യങ്ങളിൽ ഇമ്പുരാനിൽ ഞാൻ വളരെ വലിയ ഒരു സംഭവം, അതായത് എനിക്ക് ഇത്ര പറയാനുള്ളത്, നമ്മൾ എത്ര നമ്മൾ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോയിരുന്നാലും സ്റ്റിൽ അപ്പോഴും
നമ്മൾക്ക് എന്താ പറയാ വാവ് എന്ന് പറയാനുള്ള ഒരു സംഭവം എമ്പുരാനിൽ ഉണ്ടാവുന്ന ഉള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പം ഇനി തുടരെ ഇനി ഈ കറക്റ്റ് ദിവസങ്ങളുണ്ട്. മാർച്ച് നമുക്കറിയാം എന്നാ മൂവി റിലീസ് ആകാൻ പോകുന്നത്. സോ അതുവരെ അതിന്റെ ഓരോ അപ്ഡേറ്റ് വരും. നമുക്ക് ഏകദേശം ടീസർ ട്രെയിലർ കാണുമ്പോൾ എന്റെ ആഗ്രഹം പറയട്ടെ, എന്റെ ആഗ്രഹത്തിൽ ഇതിന്റെ ട്രെയിലറും ടീസറും പുറത്തിറങ്ങിയതെന്നാ. എനിക്ക് എന്താ അറിയില്ല, എനിക്കത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പുറത്തിറങ്ങാതെ ഈ സിനിമ പോയിരുന്ന് കാണാൻ തോന്നുന്നു. ഏതൊരു മൂവി അങ്ങനെ മുന്നേ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത് കാരണം ഇതിന്റെ അത് അത്ര ഗംഭീര മൂവി ആണെങ്കിൽ, അത് വലിയൊരു ക്യാൻവാസിൽ വന്നൊരു മൂവി ആണെങ്കിൽ അതിൽ ടീസറും ട്രെയിലറും ഇറങ്ങാതെ നമ്മൾ പോയി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അങ്ങനെ നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും. കാരണം ഈ സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള പ്രൊമോഷന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സാധാരണ ടീസറും ട്രെയിലറൊക്കെ ഇറക്കുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, അവർ തിയേറ്ററിൽ ആൾക്കാർ വരാനാണ്. അതിൽ ഇവർക്ക് ഒരു കാര്യമുണ്ട്, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നും വേണ്ട. അപ്പം അങ്ങനെ അവർ ചെയ്യില്ല എന്നാണ് ഞാൻ എനിക്ക് തോന്നി പറഞ്ഞ ഒരു ഒരു വിഷ്വൽ പോലും ആ സിനിമേന്റെ കാണാതെ നമ്മൾ ആ തിയേറ്ററിൽ പോയിരുന്ന് കാണുകയാണെങ്കിൽ ഗംഭീരായിരിക്കും എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് വിശേഷങ്ങൾ ലേറ്റ് ആണ്, സാരല്ല, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ലാലേട്ടന്റെ മൂവിയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മൂവിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.